ഹരിയാന സീറ്റ് അത് ഇന്നും തീർന്നിട്ടില്ലേ? അത് അന്വേഷിക്കാൻ പറ പിണറായിയോട്, ബാക്കി അന്വേഷിക്കാൻ പറ. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് കെ എസ് ബാലൻ അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാഗ്രഹിക്കുന്നത്? എന്താ തെറ്റെന്നേ? ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം അത് CPM-ലാണ് അങ്ങനെ ആരെങ്കിലും പിണറായി വിജയൻ മാറി നിൽക്കണം എന്നങ്ങാറ്റം പറഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ സ്ഥിതി എന്താവുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഒരാൾ പറഞ്ഞു പോയാൽ എന്താവും സ്ഥിതി? ഇതങ്ങനെയല്ല. ഇത് അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായിട്ടിരുന്ന് തീരുമാനിക്കും. കാരണം കേരളത്തിലെ ജനങ്ങളാണ് ഒരു മാൻഡേറ്റ് തരുന്നത്. ആ ജനങ്ങളുടെ മാൻഡേറ്റിനോട് അവരോട് പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു സാഹചര്യമാണ് UDF-നും കോൺഗ്രസിനും ഉള്ളത്. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള ജനങ്ങളോടാണ്, അതുപോലെ പാർട്ടി പ്രവർത്തകരോടും UDF-ന്റെ നേതാക്കളോടാണ്. അപ്പോൾ അത് കൈവിട്ടുകൊണ്ട് നമ്മളാരും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, VS ഉണ്ടായിരുന്നെങ്കിൽ VS UDF-ന് ഇത്തവണ വോട്ട് ചെയ്യായിരുന്നു. സംശയം എന്താ? കാരണം CPM-ൽ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിരവധി പേർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആർക്കാണെന്ന് നമ്മൾ ഇലക്ഷൻ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും. ചില സീറ്റുകളിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ വോട്ട് ആർക്കാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാർട്ടി സഖാക്കൾ. അത് നടക്കുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന ഏക അവസരമാണിത്. അതവർ വിനിയോഗിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഇനി ഫലം വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പോളിംഗ് കഴിയുമ്പോൾ എത്ര സീറ്റ് UDF നേടുമെന്നാണ് ഇപ്പം പ്രതീക്ഷ? നേരത്തെ പല കണക്കുകളും അവകാശവാദം, ഇപ്പോൾ ഈ കണക്കും പോളിംഗ് ശതമാനമൊക്കെ നോക്കുമ്പോൾ എത്ര സീറ്റ്? പോളിംഗ് ശതമാനം നോക്കുമ്പോൾ ഞങ്ങൾ 100-നടുത്ത് സീറ്റ് കൊണ്ട് തന്നെ വിജയിക്കുന്നതാണ്. കംഫർട്ടബിളായി വിജയിക്കും തന്നെയാണ്, വളരെ കംഫർട്ടബിളായിട്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സീറ്റുകളും കൂടെ വരുന്നതാണ് ഇന്നലത്തെ ഏറ്റവും വൈകുന്നേരം കിട്ടുന്ന അട്ടിമറികളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം BJP ഈ നീക്കം കൊണ്ടുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള തോൽവിയെ ഭയന്നുകൊണ്ടാണ്. അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, വനിതാ ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞു. ആ പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ അവർ തന്നെയാണ്, ആ ബില്ലിലെ പ്രൊവിഷനുണ്ട്, ഇത് നടക്കുന്നത് ഇപ്പം പുതിയ 26-ലെ സെൻസസ് അനുസരിച്ചായിരിക്കും നടത്തുകയാണ് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനനുസരിച്ച് അന്ന് ഞങ്ങൾ ഉന്നയിച്ചൊരു ആശങ്കയുണ്ടായിരുന്നു, ഈ സംവരണം വരുമ്പോൾ SC ST OBC വിഭാഗങ്ങളുടെ സംവരണം എന്തായിരിക്കും, അതിന്റെ മാനദണ്ഡം എന്താണ്? അതിനകത്ത് ക്ലാരിറ്റി കൃത്യമായിട്ടും ആ ബില്ലിൽ ഉണ്ടായിട്ടില്ല എന്നതിൽ ആക്ഷേപം ഞങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ക്ലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴവർ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ബില്ലിൽ നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ ഔദ്യോഗികമായിട്ടൊന്നും അറിയിച്ചില്ല, ഇത്രയും നിർണായകമായ ഒരു നിയമനിർമ്മാണം നടത്താൻ ഒരു സ്പെഷ്യൽ സെഷൻ നടത്തുമ്പോൾ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒന്ന്, തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ സ്റ്റേറ്റിലും ജനം ഓടിക്കൊണ്ട്, ഇപ്പം ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 28-നും 23-നും ആ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ MP-മാരെല്ലാം അവിടെയാണ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവിടെയാണ്. അതിനിടയിൽ ഈ 16-17-ന്റെ താല്പര്യം എന്താണ്? ഈ 16-17 இந்த 28 കഴിഞ്ഞ് നടത്തിയാൽ പോരെ? ഈ 12 ദിവസത്തെ ഗ്യാപ്പിന് എന്താ പ്രശ്നം? മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന സെഷൻ 12. പിന്നെ ഇത്രയും നിർണായകമായൊരു കാര്യം എടുക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചുകൂട്ടി, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? കാരണം ഇതൊന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലാണ്, എല്ലാവരുടെയും സഹമില്ലാതെ ഇത് പാസ്സാവില്ല. ഇത് സാധാരണ ബില്ലല്ലോ. അപ്പോൾ ഇത് പാസ്സാവണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷത്തിനും കൂടെ പിന്തുണയുണ്ടായാലേ ഇത് പാസ്സാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രതിപക്ഷത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല് എപ്പോൾ എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ചർച്ച ചെയ്യും, അവരുമായിട്ട് ചർച്ച ചെയ്യും. ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു, പാർട്ടി നേതാക്കന്മാരെല്ലാം ആവശ്യപ്പെട്ടു, എന്നിട്ടും അവർ ഇതുവരെ അത് വിളിച്ചു കൂട്ടിയില്ല. അവർ പൊടുന്നനെ ക്യാബിനറ്റ് ഈ ബില്ല് പാസ്സാക്കിയിട്ട് 16. അപ്പോൾ അവർ ബില്ലിപ്പം നടപ്പിലാക്കാൻ ആത്മാർത്ഥതയല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആ തിരഞ്ഞെടുപ്പിനെ ഒരു പ്രചരണായുധമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അവർ തോൽക്കുമെന്ന് ഭയപ്പെടുന്നപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണായുധമാക്കാൻ ശ്രമമാണ്, ആത്മാർത്ഥം കൊണ്ടല്ല. ഞങ്ങൾ പറയുന്നത് വനിതാ റിസർവേഷൻ വേണമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ ചൈൽഡാണത്, അതിനോട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ഇത് 16-17 കൊണ്ടുവന്ന രീതിയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, കൃത്യമായിട്ട് ചോദ്യം ചെയ്യുന്നത്. ആ ബില്ലിലെ വ്യവസ്ഥകളെക്കുറിച്ചിട്ട് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ സൗകര്യം നോക്കിയില്ല. പാർലമെന്റ് വിളിച്ചു കൂട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ മൂർധനത്തിൽ ഇത്തരമൊരു സ്പെഷ്യൽ സെഷൻ എന്തുകൊണ്ട് 10 ദിവസം നീട്ടിവെച്ച് നടത്തുന്നില്ല? 10 ദിവസത്തെ എന്താണ് അർജൻസി അതിനകത്തുള്ളത്? പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ് 2026-ലെ സെൻസസ് അനുസരിച്ച് നടത്തുന്നത്. നിങ്ങളുടെ ബില്ലിൽ പറഞ്ഞത് പെട്ടെന്ന് മാറി 2011-ലെ സെൻസസിലോട്ട് പോകാൻ എന്താ കാരണം? ഈ ചോദ്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് അജണ്ട, ഹിഡൻ അജണ്ട? അപ്പോഴാണ് ഈ ചോദ്യം കൂട്ടി വായിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് തോന്നിയപ്പോൾ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള ഒരു കാരണം, ഇത് പാസ്സായാലും പാസ്സായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഞങ്ങൾ അവതരിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുക.
കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഒരു ബില്ലാണല്ലോ ഇത്. അതെ. എന്തായാലും സമ്മേളനം വിളിച്ചു കഴിഞ്ഞു, പാർലമെന്റിൽ ഇത് വരികയാണ്. പാർലമെന്റിൽ ഉയർത്തുന്ന പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും മാർഗം? അല്ല, അതിന് ഞങ്ങൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് വൈകുന്നേരം ഈ സുപ്രധാനമായ വിഷയം ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമേഷ്യയിലത്തെ സംഘർഷവും പശ്ചിമേഷ്യയിൽ നമ്മുടെ വെസ്റ്റേൺ സംഘർഷവും ചർച്ച ചെയ്യാനും കൂടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ മറ്റു പ്രതിപക്ഷ നിരയിലെ മറ്റു പാർട്ടികളുമായിട്ടും ആശയവിനിമയം നടത്തും. പാർലമെന്റ് സെഷനിൽ സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ്, നയം എന്താണ്, സമീപനം എന്താണ്, ഇതിനെക്കുറിച്ച് ഇൻ പ്രിൻസിപ്പൽ വനിതാ സംവരണം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതാണ്, ഞങ്ങളുടെ ജയിലിലാണ്. അതിന് സംശയമൊന്നുമില്ല. മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത് വലിയ ആശങ്കയാണല്ലോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം. അതാ പറഞ്ഞത്, അതിപ്പം എല്ലാവർക്കും ആശങ്കകളുണ്ടാവും ഓരോ രീതിയിൽ. SC ST OBC വിഭാഗങ്ങൾക്കൊണ്ട് ഞാൻ പറഞ്ഞേ അതൊരു മേജർ ആശങ്കയാണ്. എന്താണ് അവരുടെ ഇതിനകത്തുള്ള റിസർവേഷൻ ഉണ്ടാവോ ഇല്ലയോ. അതുപോലെ തന്നെ റീജിയണൽ ബാലൻസിന്റെ പ്രശ്നവും അവർ ഉന്നയിക്കാൻ സാധ്യതയുള്ള അപ്പോൾ ഇതിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടായിരുന്നു പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നത്. അതിന് ഈ 10 ദിവസത്തിന് മുമ്പ് ഇത് വിളിച്ചു കൂട്ടുന്നതിൽ അല്ല ചെയ്യേണ്ടിയിരുന്നത്. ഗവൺമെന്റ് ആദ്യം ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ഗവൺമെന്റിന്റെ ഉദ്ദേശം ഇതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവരിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ചല്ലോ ചെയ്യാറുള്ളത്. പക്ഷെ ആ ഒരു മര്യാദ പോലും കാണിച്ചില്ല വിളിച്ചു കൂട്ടണ്ടേ. അപ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. എന്തായാലും CWC ഇന്നത് ചർച്ച ചെയ്യും സജീവം. അസമിലും കഴിഞ്ഞ ദിവസം കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഹിമന്ത ബിശ്വ ശർമ്മയുടെ വിദേശ പ്രചാരണങ്ങളടക്കം കോൺഗ്രസിന് അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളതാ പ്രതീക്ഷിക്കുന്നത്. പവൻ കേര ഒരു പത്രസമ്മേളനം നടത്തിയതിന് വലിയ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ എത്ര അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കെതിരെ എന്ത് ഹീനമായിട്ടുള്ള ആരോപണമാണ്. ആ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ഭാര്യയ്ക്കെതിരെ പവൻ കേര ഉയർത്തിയ ആരോപണം, വിത്ത് എവിഡൻസ് ഉയർത്തിയ ആരോപണത്തെ കേസെടുത്ത് അദ്ദേഹത്തെ നോക്കണം. അദ്ദേഹത്തിന്റെ ഡൽഹി വീട് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ വൈഫ് അവരിൽ താമസിക്കുന്നത് തെലങ്കാനയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ തെലങ്കാനയിലെത്തി. ബംഗാൾ പോലീസ് ആസാം പോലീസ് തെലങ്കാനയിലെത്തി വിച്ഛേദമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ആസാം ഇലക്ഷൻ ഉണ്ടാവും. ഞങ്ങളും നല്ല ഇലക്ഷനിങ്ങാണ് നടത്തിയത്. കേരളത്തിലെ പോലെ തന്നെ നല്ല ഇലക്ഷനിങ്ങാണ് നടത്തിയത്. അവിടെ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഈ ഇലക്ഷൻ കൃത്യമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമാപ്തപ്രസമായ ഹോംവർക്ക് നടത്തിയിട്ടുള്ള ഒരു ഇലക്ഷനാണെന്നാണ്. ഈ പാസ്പോർട്ട് ആരോപണം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം എംബസികളടക്കം ഈ ആരോപണത്തെ തള്ളുകയും എംബസിയെ തള്ളുന്നതിന്റെ പിന്നിൽ ചർച്ച അറിയാലോ. അത് അന്വേഷിച്ചോട്ടെ. ആരോപണം തെറ്റാണെങ്കിൽ നിയമപരമായ മാർഗങ്ങളുണ്ടല്ലോ. ഡിഫോമേഷൻ കേസ് എടുക്കാം. നിങ്ങൾക്ക് പിന്നെ അതുപോലെ അല്ലെങ്കിൽ അന്വേഷണം നടത്തി യഥാർത്ഥ ക്ലാരിറ്റിയോട് ഇതാണ് ക്ലാരിറ്റി എന്ന് പറയാം. ഒരാളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചിട്ട് അയാൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോലീസിനെ അയക്കലാണോ ജോലി? അല്ലല്ലോ. ഹരിയാന സീറ്റ് അത് ഇന്നും തീർന്നിട്ടില്ലേ? അത് അന്വേഷിക്കാൻ പറ പിണറായിയോട്. ബാക്കി അന്വേഷിക്കാൻ പറ.